239 MLA തോറ്റാല് സാറ് ജയിച്ചിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. തെറ്റുപറ്റാത്തവരായ ആരുമില്ല. അത് പ്രിയപ്പെട്ട മുഹമ്മദ് അസ്ലം ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. അസ്ലം പറഞ്ഞ് അറിയാതെ ഒരു വൈകാരികമായ നിമിഷത്തിൽ അറിയാതെ എഴുതിപ്പോയതാണ്. അദ്ദേഹം അപ്പം തന്നെ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിരുന്നു. എന്നെ വിളിച്ച് നേരിട്ട് ക്ഷമാപണം നടത്തുകയും ചെയ്തു. തെറ്റുപറ്റാത്തവരായ ആരുമില്ല. മഹാനായ ലെനിൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, തെറ്റുപറ്റാത്തതായി നവജാത ശിശുക്കൾക്കും മൃതശരീരത്തിനും മാത്രമേ തെറ്റുപറ്റാത്തുള്ളൂ. തെറ്റുപറ്റിയ തിരുത്തുക എന്നുള്ളതാണ്. തിരുത്തുന്നത് ഒരു മനുഷ്യനെ കൂടുതൽ നവീകരിക്കുകയാണ്. ഇസ്ലാമിന് അങ്ങനെ ഒരു തെറ്റ് പറ്റി എന്നുള്ളത് അദ്ദേഹം നേരിട്ട് വിളിച്ചു പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസും മറ്റു കാര്യങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ കുറെ ആളുകൾ ഈ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയാത്ത കുറെ ആളുകൾ ഇത് ഫേക്കാണ്, അങ്ങനെ ആളെയില്ല, MLAക്ക് ഇമേജ് കൂട്ടാൻ വേണ്ടി ചെയ്താണെന്നൊക്കെ നല്ല വല്ലാത്ത രൂപത്തിൽ, വളരെ മോശമായ രൂപത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ പല ആളുകളും ഇതിന്റെ സത്യാവസ്ഥയൊന്നും അറിയാത്ത രൂപത്തിൽ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ DYFI എന്ന നിലയ്ക്ക് ഇന്നലെ ഒരു പരാതി ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുഹമ്മദ് അസ്ലമിനെ വിളിച്ചു വരുത്തേണ്ടുന്ന ഒരു ഇതുണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞിരുന്നില്ല, അങ്ങനെ വരില്ലായിരുന്നു. ഞാൻ അസ്ലമായിട്ട് സംസാരിക്കാൻ എനിക്ക് പരാതിയില്ല. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയത് തിരുത്താൻ നിങ്ങൾ ശ്രമിച്ചു, ആ തിരുത്താൻ ശ്രമിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ അസ്ലമിനെ കാര്യം ബോധ്യപ്പെട്ടു എന്നതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനം. അല്ലാതെ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും തരത്തിൽ തർക്കത്തിനോ ഇതിലേക്കൊന്നും പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അവസാനിപ്പിക്കണം. പല ആളുകളും പല കാർഡുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇറക്കുന്ന സ്ഥിതിയുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കുക. അസ്ലമിന് ഒരു കാര്യം ബോധ്യപ്പെട്ടു, തെറ്റ് മനസ്സിലായി, ഒരു പ്രിയ സുഹൃത്തായി അസ്ലം മാറുക എന്നതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വേറെ ഒരു അർത്ഥത്തിലും ഈ വിഷയങ്ങളൊന്നും മുന്നോട്ട് കൊണ്ടുപോകരുത്. പറയാതെ ഞാൻ പറഞ്ഞല്ലോ, അറിയാതൊക്കെ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ എഴുതുമ്പോൾ വൈകാരികമായി എന്തെങ്കിലുമൊക്കെ എഴുതുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ എന്തെങ്കിലും എഴുതിപ്പോയാൽ അത് നമ്മൾ തെറ്റുപറ്റി തിരുത്തുക എന്നുള്ളതാണ്. ഇതിന്റെ മുകളിൽ എന്താണ് കുറെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ കമന്റും ഇത് എഴുതിയിട്ട് ഇത് വഷളാക്കേണ്ടുന്ന കാര്യമില്ല. ഇതോടുകൂടി അവസാനിപ്പിക്കണം. അസ്ലമിനെ നമുക്ക് വെറുതെ വിടണം. തെറ്റുപറ്റിപ്പോയതാണ്. അതാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ആ കാര്യം ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു വലിയ ക്വാളിറ്റി. ഞാൻ പറഞ്ഞില്ല, അത് തെറ്റുപറ്റിയത് തിരുത്തുക എന്നതാണ് മനുഷ്യത്വപരമായി ഓരോ മനുഷ്യൻ ചെയ്യും. തെറ്റുപറ്റാത്ത ആരുമില്ല, എനിക്കും പറ്റും. അത് തിരുത്താനുള്ള സന്മനസ് കാണിച്ചു എന്നുള്ളതാണ്. അതിൽ വലിയ അഭിമാനം, വളരെ സന്തോഷം. ഒരു നല്ല മനുഷ്യനായി കൂടുതൽ നവീകരിക്കാൻ ഇത് ഉപകാരപ്പെടട്ടെ എന്ന് മാത്രമേ സൂചിപ്പിക്കൂ. ഈ സമയത്ത് എന്താണ് പറയാനുള്ളത്? എന്താണ് അല്ല, ഞാനിങ്ങനെ ഒരു തെറ്റുപറ്റിപ്പോയി. അതിനെക്കൊണ്ട് എനിക്ക് തെറ്റാന്ന് തോന്നിയത് കൊണ്ട് ഞാൻ പോസ്റ്റ് പിൻവലിച്ച് MLA എന്നാലും വിളിച്ചിരുന്നു. MLAയും പരാതി പിൻവലിക്കാമെന്ന് എന്നോട് ശ്രമിച്ചു. ചായ കുടിച്ച് പിരിയല്ലേ? അതെ.